ഈ തെരഞ്ഞെടുപ്പ് ഒരു വിധിയെഴുത്താകുമല്ലേ? അതായത് ഇടതുപക്ഷത്തിന്റെ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അവസാന തെരഞ്ഞെടുപ്പാകുന്ന ഒരവസ്ഥയിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും. അല്ല, ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചും കോൺഗ്രസ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചും അതിൻ്റെ രാഷ്ട്രീയ നിലനിൽപ്പിൻ്റെ ഒരു ഇടമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. കാരണം ഈ രണ്ട് പ്രസ്ഥാനത്തെ സംബന്ധിച്ചും ഒരു നഷ്ടമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഭരണം കോൺഗ്രസിന് കിട്ടിയാൽ പോലും കോൺഗ്രസിന് പ്രതീക്ഷിക്കുന്ന പോലെ സീറ്റുകൾ കിട്ടാൻ സാധ്യമല്ല. സമാനം തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച്. സമാനമല്ല, അതിനേക്കാൾ വളരെ രൂക്ഷമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച്. അതിന്നിപ്പോൾ MAVV പറഞ്ഞിട്ടുണ്ട്. കാരണം നേതാക്കന്മാരെ കൊഴിഞ്ഞുപോക്ക് പാർട്ടിയിൽ ഉണ്ടാക്കുന്ന വലിയ പ്രശ്നങ്ങൾ വ്യാപകമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ കൊഴിഞ്ഞു പോവാണ്. പക്ഷെ കൊഴിഞ്ഞു പോകുന്ന നേതാക്കന്മാരൊക്കെ ഏതെങ്കിലും താവളം കണ്ടെത്തുന്നുണ്ട്. അതിന് പിന്നിലൊരു കാരണമുണ്ട്. ഈ താവളം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ ഇവരെ കൊല്ലും. അപ്പൊ ഞാനിടയ്ക്ക് നമ്മുടെ കുഞ്ഞികൃഷ്ണനോട് സംസാരിച്ചിരുന്നു, സുധാകരനോട് സംസാരിച്ചിരുന്നു. ഇവരൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ കൊല്ലാൻ പഠിക്കൂല. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ സ്വന്തം പാർട്ടിയിൽ നിന്ന് പോകുന്ന നേതാക്കന്മാർ ആരാണെങ്കിലും ആ നേതാക്കന്മാരെല്ലാം തെരഞ്ഞു പിടിച്ച് കൊല്ലുന്നു എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെയാണ് കേരളത്തിൽ കൊല ചെയ്യപ്പെട്ടിരിക്കുന്ന രാഷ്ട്രീയ സ്വയംസേവക സംഘവുമായിട്ട് ബന്ധപ്പെട്ട കൊല ചെയ്യപ്പെട്ടിരിക്കുന്ന ആളുകളിൽ ഭൂരിപക്ഷം പേരും പൂർവ്വകാല RSSകാരല്ല. അതിനകത്ത് 60% വരുന്ന ആളുകൾ കമ്മ്യൂണിസ്റ്റുകാരായിരിക്കുന്ന ആളുകളാണ്. എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് തങ്ങളുടെ പ്രസ്ഥാനത്തിൽ നിന്ന് ആരെങ്കിലും പുറത്തു പോകുന്നുണ്ടെങ്കിൽ ആ പുറത്തു പോകുന്ന ആളുകളെ വെട്ടിക്കീറി കൊല്ലുന്ന കാര്യത്തിൽ ഒരു മടിയുള്ള ആളല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ. പിണറായി വിജയന്റെ രാഷ്ട്രീയ പ്രവേശനം തന്നെ ഒരു കൊലപാതകത്തിൽ കൂടിയാണ്. ഒരു തയ്യൽ തൊഴിലാളിയെ കൊന്നുകൊണ്ടാണ്. ഒരു പാവപ്പെട്ട തലശ്ശേരി താമസിക്കുന്ന വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സർവ്വസാധാരണക്കാരനായിരിക്കുന്ന ഒരു തൊഴിലാളിയെ കൊലപ്പെടുത്തിയ കേസിലെ 1-ാം പ്രതിയാണ് ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അങ്ങനെ കൊലപാതകം ഒരു പുത്തിരിയല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരിൽ ആർക്കാണ് ഇവിടെ കൊലപാതകമായിട്ട് ബന്ധമില്ലാത്തത്? ഇവർക്കൊക്കെ ബന്ധമില്ലേ? ഇപ്പൊ MAVV ഇപ്പൊ ഈ പറഞ്ഞ ജനറൽ സെക്രട്ടറി ഉണ്ട്, ഇയാളുടെ പ്രസ്താവന ഉണ്ടായിരുന്നു ഒരു സമയത്ത്, രൂപ താന്നിച്ചാൽ കുറെ രൂപ താന്നാണ്, അത് രൂപ താന്നിച്ചാൽ കൂടുതൽ പണം തരിക എന്നാണ്. ഇത് കേട്ട് വിശ്വസിച്ചാളാ മൂവാറ്റുപുഴയിൽ ജോസഫ് മാഷ്. അവസാനം എന്താ ഉണ്ടായത്? ജോസഫ് മാഷിന്റെ കൈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഹയാത്രികരായിരിക്കുന്ന SDPIക്കാർ വെട്ടിയെടുത്തു. അവരാണ് വെട്ടിയെടുത്തത്. പോപ്പുലർ ഫ്രണ്ടുകാരെ കൂടി ചേർന്നവരെ വെട്ടിയെടുത്തത്. ഈ വെട്ടിയെടുത്ത പ്രസ്ഥാനത്തിന് ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകളാണ്. എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരത്തെ തന്നെ തീരുമാനിക്കും ജോസഫ് മാഷ് എവിടം വരെ ജീവിക്കും, അദ്ദേഹം കൈവച്ച് ജീവിക്കണോ, അദ്ദേഹം കാലുകൊണ്ട് ജീവിക്കണോ, കാലോ കയ്യോ ഇല്ലാതെ കൊണ്ട് ജീവിക്കണോ എന്ന് തീരുമാനിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. അപ്പൊ ഇനി ഞാൻ ഇത്തവണ കുഞ്ഞികൃഷ്ണനോട് തന്നെ പറഞ്ഞിരുന്നു, പയ്യന്നൂരില് അദ്ദേഹത്തിന് പുസ്തകം ഇറങ്ങിയിരുന്നു. ഞാൻ ആ പുസ്തകം അന്ന് എന്നോട് വാങ്ങിച്ചിരുന്നു ഒരു കോപ്പി. അതായത് അണികൾ നേതൃത്വത്തെ തിരുത്തണം എന്ന പുസ്തകത്തിന്റെ പേര്. ആ പുസ്തകം വായിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ അദ്ദേഹത്തെ വിളിച്ചിരുന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ സന്ധ്യ കഴിഞ്ഞാൽ പുറത്തിറങ്ങാതെ ആയിരിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത്. പക്ഷെ ഇത് കേൾക്കാതിരുന്ന ഒരാളുണ്ട്, കുഞ്ഞികൃഷ്ണന്റെ ജ്യേഷ്ഠൻ. ഒരാഴ്ചക്കകം തന്നെ അദ്ദേഹത്തെ കാറുമുട്ടി മരിച്ചു. 83 വയസ്സാണെന്ന് എൻ്റെ ഓർമ്മ. അത്രയും പ്രായമുള്ള ആളെ പോലും കൊലപ്പെടുത്തിയതാണെന്ന് എനിക്കറിയില്ല. ഏതാണെങ്കിലും വളരെയധികം സാധ്യതയുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് ഗ്രാമങ്ങളിൽ പാർട്ടിക്കെതിരായിട്ട് സംസാരിക്കുന്ന ആളുകളുടെ ബന്ധുക്കളെ അടക്കം കൊലപ്പെടുത്തുന്ന കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലിയ പങ്കാണ് വഹിച്ചിരിക്കുന്നത്. അത് P. കൃഷ്ണപിള്ളയുടെ കൊലപാതകത്തിൽ മാത്രമല്ല, P. കൃഷ്ണപിള്ളയുടെ കാര്യത്തിൽ കൊലപാതകമാണ് സംശയിക്കുന്നുണ്ട്. അഴീക്കോടൻ രാഘവന്റെ കൊലപാതകം സംശയിക്കുന്നുണ്ട്. MV രാഘവൻ ഇവര് കൊലപ്പെടുത്താൻ ശ്രമിച്ചതായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ TP ചന്ദ്രശേഖരൻ ഇവർ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ നിരവധി കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ കൊലപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പൊ അതുകൊണ്ട് അത്തരം പ്രസ്ഥാനത്തിന് ഒരു ഭരണം കിട്ടിയിട്ടില്ലെങ്കിൽ, പ്രത്യേകിച്ച് നേതാക്കന്മാരെല്ലാം കൊഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തില് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ നിലനിൽപ്പ് വലിയ പ്രയാസമാണ്. കാരണം കമ്മ്യൂണിസത്തിന്റെ നിലനിൽപ്പ് എന്നൊക്കെ പറഞ്ഞാല് ഇതിനകത്ത് ഒരുപാട് പേരെ പറ്റിച്ചുകൊണ്ട് നിലനിൽക്കുന്ന പ്രസ്ഥാനമാണ്. കാരണം വളരെ സാധാരണക്കാരായിരിക്കുന്ന കഷ്ടപ്പെടുന്ന തൊഴിലാളികളായിരിക്കുന്ന ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് ഈ കമ്മ്യൂണിസം ലോകത്തിന്റെ വസന്തമാണെന്നാണ്. പക്ഷെ വസന്തമല്ല, കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ വസന്തയാണ്. ഇത് ഈ കോഴിക്ക് വസന്ത വരുന്ന പോലെയാണ്. വസന്ത വന്നാൽ പിന്നെ കോഴിക്ക് ജീവിക്കാൻ പറ്റില്ല. സമാനമായുള്ള രീതിയിലാണ് കമ്മ്യൂണിസത്തെ കയറി പിടിച്ചാല്. നമ്മുടെ ഈ മരങ്ങളിലൊക്കെ മാവിലും പ്ലാവിലും ഒക്കെ കാണുന്ന ഒരു ഇത്തിക്കണ്ണി ഉണ്ട്. ആ ഇത്തിക്കണ്ണി കയറി വരുന്ന സമയത്ത് ഇത്തിക്കണ്ണി കാണാൻ നല്ല രസമാണ്. ചെറിയ കുട്ടികളൊക്കെ ഇത്തിക്കണ്ണി കാണുന്ന സമയത്ത് കയ്യൊക്കെ ഇട്ടടിക്കും. വളരെ മനോഹരമായുള്ള ഇത്തിക്കണ്ണിയാന്ന് പറയും. പക്ഷെ ഇത്തിക്കണ്ണി മരത്തിന് മുകളിൽ പടർന്നു കയറി കഴിഞ്ഞാല് അത് ആ മരത്തിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ട് ആദ്യം ചെയ്യുന്നത് തനിക്ക് അഭയം കൊടുത്ത, തനിക്ക് ജന്മം തന്ന, തന്നെ സഹായിച്ച മാവിനെ പ്ലാവിനെ ആ ഭാഗം പൂർണ്ണമായിട്ട് ഉണക്കി കളയുന്ന രീതിയാണ് ഈ പറയുന്ന ഇത്തിക്കണ്ണിക്കുള്ളത്. സമാനം തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തില് ഞാനിപ്പോ എന്റെ പുസ്തകമുണ്ട്,
ഇന്നുമുണ്ട് ആ വധേന്ദ്രൻ എന്ന് പറയുന്ന പുസ്തകം. ഞാനത് പറഞ്ഞിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോക നേതാവായിരിക്കുന്ന ലെനിൻ കൊല ചെയ്യപ്പെട്ടതാണ്. എനിക്ക് സംശയ കരുതലില്ല. സ്റ്റാലിന്റെ മൃതദേഹം മരിച്ച് 11 കൊല്ലത്തിന് ശേഷം എടുത്ത് ക്രെംലിൻ നഗരത്തിന് പുറത്തേക്കെറിഞ്ഞത് ക്രൂഷ്ചേവ് എന്ന് പറയുന്ന പാർട്ടിയുടെ പ്രസിഡന്റാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയില് ഇത് മാത്രമല്ല, ഹംഗേറിയൻ പ്രസിഡന്റ് സ്റ്റാലിനെ കാണാൻ വേണ്ടി വന്നിരുന്നു 1949-50 സമയത്ത്. ആ കാണാൻ വന്ന സമയത്ത് ചർച്ചയിൽ തനിക്ക് വിരുദ്ധമായിട്ട് എന്തോ പറഞ്ഞ ഹംഗേറിയൻ പ്രസിഡന്റിനെ ഓൺ ദ സ്പോട്ടിൽ വെടിവെച്ച് കൊന്നിട്ടുള്ള ആളുടെ പേര് സ്റ്റാലിൻ എന്നാണ്. ഈ ചരിത്രത്തിന്റെ രേഖയല്ലേ ഇത്? നന്ദകുമാർ പറഞ്ഞല്ലോ. പി കേശവദേവിന്റെ പുസ്തകമുണ്ട് കമ്മ്യൂണിസ്റ്റ് വധയന്ത്രം. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഇടതുപക്ഷ സഹയാത്രികനായിരിക്കുന്ന പി കേശവദേവ് അടക്കം പറയുന്നത് കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ വധയന്ത്രമാണ്. ഈ വധയന്ത്രം കേരളത്തില് ഭരണം എങ്ങാൻ നഷ്ടപ്പെട്ടാൽ അവരാരെയൊക്കെ കൊല്ലും എന്നുള്ള കാര്യം ആർക്കും നിശ്ചയമില്ല. അത് കോൺഗ്രസ്സുകാരനെ കൊല്ലാം, അത് കമ്മ്യൂണിസ്റ്റുകാരനെ കൊല്ലാം, അത് BJP-കാരനെ കൊല്ലാം, മുസ്ലിം ലീഗുകാരനെ കൊല്ലാം, ആരെ വേണമെങ്കിലും കൊല്ലാനായിട്ട് യാതൊരു മടിയുമില്ലാത്ത പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും കൂടുതൽ സാധ്യത ഇന്നത്തെ സാഹചര്യത്തിൽ സ്വയം കൊലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ആരൊക്കെ മരിക്കുക എന്ന് പറയാൻ സാധ്യമല്ല. അതിന് ഇവിടുത്തെ ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. പി കൃഷ്ണപിള്ളയുടെ സ്മാരകമുണ്ട് ഇവിടെ മുഹമ്മയിലാണ്. സ്മാരകം അടിച്ചു തകർത്തു. ആരാ അടിച്ചു തകർത്തത്? കോൺഗ്രസ്സുകാരാണോ? അത് BJP-കാരാണോ? RSSകാരാണോ? RSPക്കാരാണോ? ലീഗുകാരാണോ? ആരുമല്ലല്ലോ. അടിച്ചു തകർത്തതാരാ? സഖാക്കന്മാരാണ്, കമ്മ്യൂണിസ്റ്റുകാരാണ്. അപ്പൊ കമ്മ്യൂണിസ്റ്റുകാരായിട്ട് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു കാലഘട്ടത്തിൽ പി കൃഷ്ണപിള്ളയുടെ അനുചരന്മാരെന്ന് വിശ്വസിച്ചിരുന്ന ആളുകളുടെ പുതിയ തലമുറയാണ് ഈ പറയുന്ന കൃഷ്ണപിള്ളയുടെ സ്മാരകം മുഹമ്മയിൽ അടിച്ചു തകർത്തത്. ഇത് ചരിത്രത്തിന്റെ ഭാഗമല്ലേ? അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഒരു ഭരണമില്ലാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഭരണമുള്ള സമയത്ത് അത്യാവശ്യം പല ആളുകളും പരസ്പരം സഹായിച്ചുകൊണ്ടും വേണ്ടപ്പെട്ട ആളുകൾക്ക് ജോലിയൊക്കെ വാങ്ങിച്ചു കൊടുത്തോണ്ടും കുറെ കാലം പിടിച്ചു നിൽക്കാൻ സാധിക്കും. ഇന്നിപ്പോ കേരളത്തിന്റെ അവസ്ഥ, ഈ ഭരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ നഷ്ടപ്പെടുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും യാദവകുലത്തെ കുറിച്ചിട്ട് തമ്മിൽ തെറ്റിച്ചാവുക എന്ന് പറയുക. ഇത് യാദവകുലമല്ല, ലോകം കണ്ട ഏറ്റവും അതിഭീകര പ്രസ്ഥാനമായിരിക്കുന്ന, ലോകത്തിന്റെ ഇത്തിക്കണ്ണിയായിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരസ്പരം വെട്ടിക്കീറി മരിക്കുവാനുള്ള എല്ലാ സാഹചര്യമുണ്ട്. ആ സാഹചര്യം ഏറ്റവും കൂടുതൽ അവർ പ്രതിഫലിപ്പിക്കാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് സംഭവിക്കാൻ പോകുന്ന പരാജയത്തോടെയാണ്. ഞാൻ മനസ്സിലാക്കുന്ന എൻ്റെ ഒരു നിരീക്ഷണം വരുന്നത്, കേരളത്തിലെ മന്ത്രിമാരിൽ ഒരാൾ പോലും ജയിക്കാൻ സാധ്യതയില്ല. ഒരാളും. ഒരുപക്ഷെ ജയിക്കാൻ സാധ്യതയുള്ള പിണറായി വിജയൻ മാത്രം. അത് ധർമ്മടത്ത് മത്സരിക്കുന്നുണ്ടാ. ആ ധർമ്മടം മാറിയിട്ട് പുള്ളി വേറെ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചു നോക്കട്ടെ, അയാൾ 8 നിലയിൽ പൊട്ടും. അപ്പൊ അങ്ങനെയുള്ള മിക്കവാറും മന്ത്രിമാരെല്ലാവരും തോക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നെ പാർട്ടിക്ക് നിലനിൽപ്പുണ്ടാവില്ല. ഈ പാർട്ടിയുടെ നിലനിൽപ്പെന്ന് പറയുന്ന അധികാരാടിസ്ഥാനത്തിലാണ്. ഈ അധികാരം നിലനിർത്തിക്കൊണ്ട് മറ്റുള്ളവരുടെ മെക്കെട്ട് കയറുന്ന ഒരു പ്രവർത്തനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചുള്ളത്. ഇതിന് ആശയത്തിന്റെ യാതൊരു പിൻബലവും ഇല്ല. ഇപ്പൊ നമ്മളൊക്കെ തന്നെ കേരളത്തിൽ പലരും പറയാറുണ്ട്, ഞങ്ങൾക്ക് ഇടതുപക്ഷമാണ്, നെഹ്റുവിന്റെ ഇടതുപക്ഷമാണ് ഞങ്ങൾക്ക്. ഈ നെഹ്റുവിന് എന്ത് തേങ്ങാക്കൊല ഇടതുപക്ഷമുള്ളത്? ഇടതുപക്ഷം നെഹ്റുവും തമ്മിൽ എന്താ ബന്ധമുള്ളത്? കടലും കടലാടിയും തമ്മിലല്ലേ? എന്താ ഇടതുപക്ഷം എന്നുള്ളത് ഇവര് ചർച്ച ചെയ്യേണ്ടതല്ലേ? എവിടെ ഇടതുപക്ഷം ഉള്ളത് ലോകത്തില്? എന്താ ഇടതുപക്ഷത്തിന്റെ പ്രത്യേകത? എന്താ ഇടതുപക്ഷത്തിന്റെ ആകെയുള്ള സവിശേഷത എന്ന് പറയുന്നത്? ജനങ്ങളെ കൊല്ലുന്നതാണ്. ചൈനയിലെ 5.5 കോടി ജനങ്ങൾ കൊല ചെയ്യപ്പെട്ട സമയത്താണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ചൈന സന്ദർശിച്ചത്. ഈ മനുഷ്യൻ മനസ്സിലായില്ല. 59-ലാണ് അദ്ദേഹം ചൈന സന്ദർശിക്കുന്നത്. ചൈനയിൽ മാവോസെത്തും ആളുകളെ കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത് അത് മനസ്സിലാക്കാതെ കണ്ട് പഞ്ചശീല തത്വങ്ങൾ ഒപ്പിട്ടിട്ടുള്ള ഈ നെഹ്റുവിന്റെ ഇടതുപക്ഷമാണ് കേരളത്തിലെങ്കിൽ ഞാൻ വളരെ പുച്ഛത്തോടുകൂടി പറയും, ഈ തരത്തിലുള്ള മന്ദബുദ്ധികളുടെ പ്രസ്ഥാനം, അതാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. അതൊരിക്കലും കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് ഭൂഷണമല്ല. അതുകൊണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും രണ്ടുപേരും ഞാനാണോ നീയാണോ ഇടതുപക്ഷത്തിൽ മികച്ചത് എന്നറിയാനുള്ള വലിയൊരു തത്രപ്പാടിലും വെപ്രാളത്തിലുമാണ്. ആ വെപ്രാളമാണ് ഈ തെരഞ്ഞെടുപ്പിനകത്ത് കിട്ടാൻ പോകുന്ന മറുപടി. പലപ്പോഴും അത് ജനങ്ങൾക്ക് പ്രയോജനപ്രദമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിലുള്ള താല്പര്യം എല്ലാവർക്കുള്ളത് സ്വതാല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതാണ് ഇത്തിക്കണ്ണി രാഷ്ട്രീയമാണ് ശരിക്കത്. ഇത്തിക്കണ്ണി രാഷ്ട്രീയം കേരളത്തിൽ നിന്ന് തുടച്ചു മാറ്റേണ്ടത് അത് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്, ഇടതുപക്ഷ രാഷ്ട്രീയമാണ്. ആ ഇടതുപക്ഷ രാഷ്ട്രീയം കേരളത്തിന് അനിവാര്യമല്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവ് പോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്.
നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.